വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്, ദ ഇന്റർനാഷണൽ ഫോൺ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ്. സോ എന്താണ് നമുക്ക് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്സിൽ പഠിക്കാനുള്ളത് എന്നുള്ളതിന്റെ ഒരു ജനറൽ സിലബസ് റിവ്യൂ നമുക്ക് നോക്കാനുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ മാർക്ക് സ്പ്ലിറ്റപ്പ്, ഇന്റേണൽ എക്സാമിനേഷൻ നടത്തുമ്പോൾ നമുക്ക് വരുന്ന കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ മാർക്ക്. ഓക്കെ, ഇന്റേണൽ എക്സാമിനേഷനിൽ നിന്നും അസൈൻമെന്റ്സിലും ഒക്കെ കിട്ടുന്ന നമ്മുടെ മാർക്ക്. പിന്നെ അതുപോലെ എന്താണ് എൻ സെമസ്റ്റർ എക്സാമിനേഷനിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ എന്താണ് സിലബസ് അനുസരിച്ചിട്ട് എന്തൊക്കെയാണ് സിലബസിൽ പറയുന്നത്, and അതുപോലെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഒരു സബ്ജക്ട് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കറക്റ്റ്ലി ഷെഡ്യൂൾ ചെയ്ത് പ്ലാൻ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൽ ഈ സബ്ജക്ട് കോഡാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ എന്താണ് നിങ്ങളൊരു സബ്ജക്ട് കോഡ് ഓർത്ത് വെക്കുക. PCEET 302 ആണ് ഇതിന്റെ സബ്ജക്ട് കോഡ് വന്നിട്ട്. ആൻഡ് ഇതിന്റെ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ, അതായത് CIE മാർക്സ് എന്ന് പറയുന്നത് 40 മാർക്സ് ആണ്. ആൻഡ് അതുപോലെ എൻ സെമസ്റ്റർ എക്സാമിനേഷന്റെ മാർക്സ് എന്ന് പറയുന്നത് 60 മാർക്സ് ആണ്. എൻ സെമസ്റ്റർ എക്സാമിനേഷൻ നിങ്ങൾക്ക് വരുന്നത് 2 hours 30 minutes ആണ്. അതുപോലെ ടോട്ടൽ ടീച്ചിങ് അവേഴ്സ്, ലെക്ചർ അവേഴ്സ്, ട്യൂട്ടോറിയൽസ് ആൻഡ് പ്രാക്ടിക്കൽസ് ആൻഡ് റിവിഷൻ എന്ന് പറയുന്നത് 3 and 1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ വരുന്നത് ലെക്ചർ അവേഴ്സും ട്യൂട്ടോറിയൽസും ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ക്രെഡിറ്റ്സ്. ഇതൊരു കോർ പേപ്പർ ആയത് കാരണം 4 credits ഉണ്ട് നിങ്ങൾക്ക്. ഇനി ഈ ഒരു സബ്ജക്ട് അറിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയേണ്ട അനദർ സബ്ജക്റ്റ് ആണ് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്ട് എന്താണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിൽ നമ്മൾ പഠിക്കുന്ന ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ വന്നിട്ട് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ വന്നിട്ടുള്ള മെഷ് അനാലിസിസ്, നോഡൽ അനാലിസിസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് KVL, KCL അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അത് പ്രീ റിക്വസൈറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും, സിംപ്ലർ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ മാർക്സ് സ്പ്ലിറ്റപ്പ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 5 മാർക്സ് ആണ് അറ്റൻഡൻസിന് വരുന്നത്. അസൈൻമെന്റ്സ് ഓർ മിനി പ്രൊജക്ടിന് 15 മാർക്സ് ആണ്. ഇന്റേണൽ എക്സാമിനേഷൻ 1ന് 10 മാർക്കാണ്. ഇന്റേണൽ എക്സാമിനേഷൻ 2ന് 10 മാർക്സ് ആണ്. സോ അങ്ങനെ ടോട്ടൽ 40 മാർക്സ് ആണ് നമുക്ക് ഇന്റേണൽ മാർക്കായിട്ട് കിട്ടുന്നത്. സോ ഇന്റേണലിന് ഒരിക്കലും ഉഴപ്പാതിരിക്കുക. ഇത് നിങ്ങളുടെ ഫൈനൽ ഗ്രേഡ് തീരുമാനിക്കുന്നതിന് ഒരു പ്രധാന ഘടകമാണ്. സോ 40 മാർക്സ് ആണ് നമ്മുടെ ടോട്ടൽ ഇന്റേണൽ മാർക്സ് വരുന്നത്. ഇനി നമ്മുടെ എൻ സെമസ്റ്റർ എക്സാമിനേഷൻ മാർക്സ് എന്ന് പറയുന്നത് 60 മാർക്സ് ആണ്. മെയിൻലി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 പാർട്സ് ആണ് ഉണ്ടാവുക, പാർട്ട് A ആൻഡ് പാർട്ട് B. പാർട്ട് എയിൽ നമുക്ക് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. അങ്ങനെ ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 2 ക്വസ്റ്റ്യൻസ് ആണ് ഓരോ മൊഡ്യൂളിൽ നിന്നും ഉണ്ടാവുക. സോ അങ്ങനെ 8 into 3 24 മാർക്സ് ആണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ടോട്ടൽ 4 മൊഡ്യൂൾസ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വീതം 3 മാർക്കിന്റെ, അങ്ങനെ ടോട്ടൽ 3 മാർക്കിന്റെ 8 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ടോട്ടൽ 24 മാർക്സ്. ഇനി അടുത്തത് പാർട്ട് ബിയിൽ വന്നിട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 2 ക്വസ്റ്റ്യൻസ് ആണ് ഓരോ മൊഡ്യൂളിൽ നിന്നും ഉണ്ടാവുക. അതിൽ നിന്നും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഇനി ഇതിന്റെ മാർക്സ് സ്പ്ലിറ്റപ്പ് വരുന്നത് മാക്സിമം 3 സബ് ഡിവിഷൻസ് ഉണ്ടാവും ഓരോ ക്വസ്റ്റ്യനും. അത് ചിലപ്പോൾ ഒരു സബ് ഡിവിഷൻ മാത്രമായിട്ടും ഉണ്ടാവാം. അപ്പൊ അതിൽ ഒരു ക്വസ്റ്റ്യന്റെ മാർക്ക് വരുന്നത് 9 മാർക്സ് ആണ്. 3 സബ് ഡിവിഷൻ ഉണ്ടെങ്കിൽ ആ 3 സബ് ഡിവിഷനും കൂടി ചേർത്തിട്ടാണ് 9 മാർക്ക്. സോ ഒരു ക്വസ്റ്റ്യന് ഓരോ മൊഡ്യൂളിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവും. സോ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് 9 മാർക്കാണ്. സോ ഓരോ മൊഡ്യൂളിൽ നിന്നും 9 മാർക്ക് ആവുമ്പോൾ 4 മൊഡ്യൂൾ വരുന്ന സമയത്ത് ടോട്ടൽ 36 മാർക്സ് ആണ് നമുക്ക് പാർട്ട് ബിയിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് എൻ സെമസ്റ്റർ എക്സാമിനേഷന്റെ ഒരു മാർക്ക് സ്പ്ലിറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടന്റിലേക്ക് പോവാം. എന്തൊക്കെയാണ് മൊഡ്യൂൾ 1ൽ പഠിക്കാനുള്ളത് എന്നുള്ളതാണ്. സോ മൊഡ്യൂൾ 1ൽ നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള ടേം ആണ് മെഷ് അനാലിസിസ് ആൻഡ് നോഡൽ അനാലിസിസ്. ഇത് ട്രിപ്പിൾ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന്റെ ബേസ് ആണ്.
ഓക്കെ, ഇതെന്തായാലും ഓർത്ത് വെക്കുക. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻസും കാര്യങ്ങളും ഓർത്ത് വെക്കുക. ഇതിന്റെ റിവ്യൂ ഓൺലി എന്നുള്ളതാണ് പറയുന്നത്. കാരണം എന്താ, നമ്മൾ ഓൾറെഡി എന്താണ് മെഷ് അനാലിസിസ്, നോഡൽ അനാലിസിസ് എന്നൊക്കെ ഉള്ളത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ടടാ? ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കലിൽ പഠിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ കുറച്ചും കൂടി അഡ്വാൻസ് വരുന്നതാണ് സൂപ്പർ മെഷ് ആൻഡ് സൂപ്പർ നോഡ് അനാലിസിസ്. സിമ്പിൾ ആണ്. മെഷ് നോഡ് അറിയെങ്കിൽ സൂപ്പർ മെഷ് സൂപ്പർ നോഡും വളരെ സിമ്പിൾ ആണ്. അപ്പൊ ആ ഒരു അനാലിസിസ് നമുക്ക് പഠിക്കാനുണ്ട്. സൂപ്പർ മെഷ് എന്ന് പറയുമ്പോൾ ഒന്നുമല്ല, രണ്ട് മെഷസിന്റെ ഇടയിൽ ഒരു കറണ്ട് സോഴ്സ് വരുവാണെങ്കിൽ അത്തരത്തിലുള്ള സർക്യൂട്ടിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക. ഇനി അതുപോലെ സൂപ്പർ നോഡ് എന്ന് പറയുമ്പോൾ രണ്ട് നോൺ റെഫറൻസ് നോഡുകളുടെ ഇടയിൽ ഒരു വോൾട്ടേജ് സോഴ്സ് വരുവാണെങ്കിൽ ആ സർക്യൂട്ടിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക. ഇതൊക്കെ ഒരു പ്രത്യേക രീതികളുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് സൂപ്പർ പൊസിഷൻ തിയറം. കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ്. സൂപ്പർ പൊസിഷൻ തിയറം എന്താണ്? സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ എന്താണ്? അനാലിസിസ് ഓഫ് DC ആൻഡ് AC സിനുസോയിഡൽ എക്സൈറ്റേഷൻ. അതായത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളും സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിളും ബൈ യൂസിങ് DC ആൻഡ് സിനുസോയിഡൽ എക്സൈറ്റേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ അല്ലേ? സിമ്പിൾ ആണ്. ഇനി അടുത്തത് തെവെനിൻസ് തിയറം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നോർട്ടൺസ് തിയറം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് തിയറംസ് ആണ് തെവെനിൻസ് തിയറം ആൻഡ് നോർട്ടൺസ് തിയറം. നമ്മൾ സൂപ്പർ മെഷ് സൂപ്പർ നോഡ് അനാലിസിസ് വെച്ച് അനലൈസ് ചെയ്ത സർക്യൂട്ടുകൾ കുറച്ചും കൂടി സിംപ്ലർ ആയിട്ട് എങ്ങനെയാണ് അനലൈസ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു തെവെനിൻസ് ആൻഡ് നോർട്ടൺ സർക്യൂട്ട്സ് ഒക്കെ വഴി നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. പിന്നെ വരുന്നത് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ആണ്. ഒരു സോഴ്സിൽ നിന്നും ലോഡിലേക്ക് മാക്സിമം പവർ ഡെലിവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള DC ആൻഡ് AC എക്സൈറ്റേഷൻ വരുമ്പോഴുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആൻഡ് വിത്ത് ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് സോഴ്സ് വരുമ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇതിൽ സൂപ്പർ പൊസിഷൻ തിയറം, സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ തിയറം, തെവെനിൻസ് തിയറം, നോർട്ടൺസ് തിയറം, സൂപ്പർ പൊസിഷൻ തിയറം, തെവെനിൻസ് തിയറം, നോർട്ടൺസ് തിയറം, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, DC ആൻഡ് AC വെച്ചിട്ട് ബോത്ത് ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് സോഴ്സസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാനുണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ ഇനി അടുത്ത തിയറം എന്ന് പറയുന്നത് റെസിപ്രോസിറ്റി തിയറം ആണ്, അപ്ലിക്കേഷൻ ടു അനാലിസിസ് ഓഫ് DC സർക്യൂട്ട്സ്. അപ്പൊ റെസിപ്രോസിറ്റി തിയറം എന്താണ് എന്നുള്ളതും ഒക്കെ നമ്മൾ എന്തിൽ ഡിസ്കസ് ചെയ്യും? നമ്മുടെ ഈ ഒരു സെക്ഷനിൽ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യും. വളരെ സിമ്പിൾ ആയിട്ടുള്ള പെട്ടെന്ന് കോൺസെപ്റ്റ് കത്താൻ സാധ്യതയുള്ള ഒരു സെഷനാണ് ഈ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത മൊഡ്യൂളിലേക്ക് പോവാം. അടുത്തത് റെസൊണൻസ് ആണ്. ഈ ടേം നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? സോ ബേസിക്കലി റെസൊണൻസ് എന്താണ് എന്നുള്ളത്, അതുപോലെ സീരീസ് റെസൊണൻസ് സർക്യൂട്ട്സിനെ പറ്റി പഠിക്കാനുണ്ട്. റെസൊണൻസ് ഫ്രീക്വൻസി എന്താണ് എന്നുള്ളത് പഠിക്കാനുണ്ട്. വേരിയേഷൻ ഓഫ് ഇംപിഡൻസ് ആൻഡ് കറണ്ട് വിത്ത് ഫ്രീക്വൻസി. ഫ്രീക്വൻസിക്ക് അനുസരിച്ച് കറണ്ടിനും ഇംപിഡൻസിനും വരുന്ന വേരിയേഷൻസ് എന്താണ്, ബാൻഡ് വിഡ്ത്ത് എന്താണ്, ക്വാളിറ്റി ഫാക്ടർ എന്താണ്, ഇതൊക്കെ ഡിഫൈൻ ചെയ്യാൻ പഠിക്കാനുണ്ട്. പിന്നെ പാരലൽ റെസൊണൻസ് സർക്യൂട്ട്സ് പഠിക്കാനുണ്ട്. സീരീസ് RL ഇൻ പാരലൽ വിത്ത് C കാൽക്കുലേഷൻ ഓഫ് റെസൊണൻസ് ഫ്രീക്വൻസി. അപ്പൊ ഈ ഒരു സെറ്റ് ആണ് പഠിക്കാനുള്ളത്, ഇതിന്റെ റെസൊണൻസ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനും. ഇനി അടുത്തത് ഈ ഒരു മൊഡ്യൂൾ വരുന്ന അടുത്ത സെക്ഷൻ ആണ് പവർ ഇൻ 3 ഫേസ് സർക്യൂട്ട്സ് നോക്കാനുണ്ട്. കോംപ്ലക്സ് പവർ എന്താണ്, ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് ആൻഡ് അപ്പാരന്റ് പവർ എന്താണ്, പിന്നെ ഇൻ ബാലൻസ്ഡ് ലോഡാണ്. സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ് ഓഫ് 3 വയർ അൺബാലൻസ്ഡ് ഡെൽറ്റ സർക്യൂട്ട്, സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ് ഓഫ് 3 ഫേസ് 4 വയർ ആൻഡ് 3 വയർ യൂസിങ് മിൽമാൻസ് തിയറം ഓൺലി, അൺബാലൻസ്ഡ് സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ സർക്യൂട്ട്, ന്യൂട്രൽ ഷിഫ്റ്റ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മൊഡ്യൂളിൽ വരുന്നത്. കുറച്ചും കൂടി ഇലക്ട്രിക്കൽ ബേസ് ചെയ്ത് വരുന്ന മൊഡ്യൂളാണ്. ഓക്കെ അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത മൊഡ്യൂളിൽ എന്താണ് ഡിസ്കസ് ചെയ്യാനുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ റിവ്യൂ. നമ്മൾ ഓൾറെഡി മാത്തമാറ്റിക്സിലൊക്കെ പഠിക്കുന്നതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സോ അതിന്റെ ഒരു ബേസ് റിവ്യൂ എന്താണ്, ടൈം ഡൊമൈനിലുള്ള സിഗ്നലിനെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് ആക്കുന്ന ഒരു സ്റ്റെപ്പ്. ഇത് എന്തിനാ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് RC RLC സർക്യൂട്ട് ഒക്കെ എന്താണ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഇനീഷ്യൽ കറണ്ട് അല്ലെങ്കിൽ ഇനീഷ്യൽ വോൾട്ടേജ് എന്താണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നിർബന്ധമായിട്ട് അറിയണം. അപ്പൊ ഒരു സർക്യൂട്ട് എന്താണ്, ഒരു സർക്യൂട്ടിനെ ടൈം ഡൊമൈനിൽ നിന്നും S ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഈ ഇനീഷ്യൽ കറണ്ട് വോൾട്ടേജ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് ഇനീഷ്യൽ കറണ്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടി അറിയണം, സർക്യൂട്ടിനെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി അറിയണം. അങ്ങനെ കുറെ മെത്തേഡ് ഉണ്ട് ഈ ഒരു
മൊഡ്യൂളിൽ പോകാനാണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ട്രാൻസിയന്റ് റെസ്പോൺസ് ഓഫ് സിമ്പിൾ സീരീസ് RC/RL സർക്യൂട്ട് വിത്ത് DC എക്സൈറ്റേഷൻ ആൻഡ് ഇനീഷ്യൽ കണ്ടീഷൻ. ഓക്കെ, ഇപ്പൊ നാച്ചുറൽ റെസ്പോൺസ് എന്താണ്, ഫോഴ്സ്ഡ് റെസ്പോൺസ് എന്താണ്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ടൈം കോൺസ്റ്റന്റ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇനി സൊല്യൂഷൻ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം, ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് ഇൻ എസ് ഡൊമെയിൻ സൊല്യൂഷൻ യൂസിങ് മെഷ് ആൻഡ് നോഡൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്ഫോംഡ് നെറ്റ്വർക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യുക ഇൻ എസ് ഡൊമെയിൻ എന്നുള്ളത് നോക്കും. ഓക്കെ അല്ലേ? ട്രാൻസിയന്റ് റെസ്പോൺസ് ഓഫ് സീരീസ് RLC സർക്യൂട്ട് വിത്ത് DC എക്സൈറ്റേഷൻ ആൻഡ് ഇനീഷ്യൽ കണ്ടീഷൻ. ഡാമ്പിംഗ് എന്താണ്, ഓവർ ഡാമ്പിംഗ് എന്താണ്, അണ്ടർ ഡാമ്പിംഗ് എന്താണ് ഇൻ കേസ് ഓഫ് RLC സർക്യൂട്ട്. അപ്പൊ ഡിഫറെന്റ് കേസ് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ നോക്കും എന്തൊക്കെയാണ് ഈ സർക്യൂട്ടുകൾ എന്നുള്ളത്. ക്രിട്ടിക്കലി ഡാംപ്ഡ് ആൻഡ് അണ്ടർ ഡാംപ്ഡ് സൊല്യൂഷൻ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ്. ഓവർ ഡാംപ്ഡ്, അണ്ടർ ഡാംപ്ഡ്, ക്രിട്ടിക്കൽ ഡാംപ്ഡ് ആൻഡ് അൺഡാംപ്ഡ്. ഇത്രയും എങ്ങനെയാണ് ഈ ഒരു RLC സർക്യൂട്ടിന്റെ കേസിൽ സിഗ്നൽസിന് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. സോ ഈ ഒരു മൊഡ്യൂളും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. നമുക്ക് ഇതിന് വേറൊരു സെക്ഷൻ വരുന്നുണ്ട്, ട്രാൻസിയന്റ് റെസ്പോൺസ് ഓഫ് സിമ്പിൾ സീരീസ് ആൻഡ് പാരലൽ RLC സർക്യൂട്ട് വിത്ത് സിനുസോയിഡൽ എക്സൈറ്റേഷൻ വിത്ത് സീറോ ഇനീഷ്യൽ കണ്ടീഷൻസ് സൊല്യൂഷൻ യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ചിട്ട് തന്നെ എന്താണ്, സിമ്പിൾ സീരീസ് ആൻഡ് പാരലൽ RL ആൻഡ് RC സർക്യൂട്ട് ആണ് സിനുസോയിഡൽ സിഗ്നൽ ആണ് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് ചേഞ്ച് വരിക എന്നുള്ളത്. ഒന്നുമല്ല, DC പകരം സിനുസോയിഡൽ ആവും എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അതെങ്ങനെയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാനുണ്ട്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഈ മൊഡ്യൂൾ, ലാസ്റ്റ് മൊഡ്യൂൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ ആണ് ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. 2 പോർട്ട് നെറ്റ്വർക്കിന്റെ S, Y, H ആൻഡ് T പാരാമീറ്റേഴ്സ് നോക്കാനുണ്ട്. അതിന്റെ സിമ്മട്രി ആൻഡ് റെസിപ്രോസിറ്റി കണ്ടീഷൻസ് നോക്കാനുണ്ട്. പിന്നെ ഈ പാരാമീറ്റേഴ്സുകൾ തമ്മിലുള്ള Z പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഇംപിഡൻസ് ആണ്, അഡ്മിറ്റൻസ് ആണ്, ആൻഡ് H പാരാമീറ്റർ ആൻഡ് ABCD പാരാമീറ്റേഴ്സ്. ഇത് ട്രാൻസ്മിഷൻ ലൈനിലൊക്കെ യൂസ് ചെയ്യുന്ന പാരാമീറ്റർ ആണ് ഈ T പാരാമീറ്റർ. സോ ഇത്തരത്തിലുള്ള ഈ പാരാമീറ്റേഴ്സിന്റെ ഇന്റർ റിലേഷൻഷിപ്പ് നമുക്ക് നോക്കാനുണ്ട്. ആൻഡ് അതുപോലെ ഇന്റർ കണക്ഷൻ ഓഫ് 2 പോർട്ട് നെറ്റ്വർക്ക്, സീരീസ് കണക്ഷൻ എങ്ങനെയാണ്, ഷണ്ട് കണക്ഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ, സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ ആൻഡ് കാസ്കേഡ് കണക്ഷൻസ്. അപ്പൊ അത് വരുമ്പോ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ. പിന്നെ കപ്പിൾഡ് സർക്യൂട്ട്, ഡോട്ട് കൺവെൻഷൻ, ഫിക്സഡ് ടു ഡോട്ട്, കോഎഫിഷ്യൻസ് ഓഫ് കപ്ലിംഗ്. അപ്പൊ ട്രാൻസ്ഫോമറിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കണ്ടക്റ്റീവ്ലി കപ്പിൾഡ് ഇക്വലന്റ് സർക്യൂട്ട് പഠിക്കാനുണ്ട്. സിനുസോയിഡൽ സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ് ഓഫ് കപ്പിൾഡ് സർക്യൂട്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ കവർ ചെയ്യാനുള്ളത്. സോ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മൊഡ്യൂൾ ആണ് ഈ ഒരു ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് നോക്കാം. പവർ സിസ്റ്റം അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പവർ സിസ്റ്റം അനാലിസിസിന് വേണ്ടിയിട്ട് മെഷ് അനാലിസിസും നോഡൽ അനാലിസിസും ഫോർ ഫൈൻഡിങ് ദി കറണ്ട് ആൻഡ് വോൾട്ടേജസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇലക്ട്രിക്കൽ മെഷീൻസ് ആൻഡ് ഡ്രൈവ്സിൽ തെവനിൻസ് ആൻഡ് നോർട്ടൺ സർക്യൂട്ട്, ലോഡ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കൺട്രോൾ സിസ്റ്റം ആൻഡ് ഇൻസ്ട്രുമെന്റേഷനിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൊഡ്യൂളിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിപ്പോണം അല്ലെ. ഇനി കമ്മ്യൂണിക്കേഷൻ ആൻഡ് പവർ ഇലക്ട്രോണിക്സിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം യൂസ് ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് മാക്സിമം പവർ ഡെലിവർ ചെയ്യുക എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ട്രാൻസ്മിഷന്റെ സമയത്ത്. സോ ആക്ച്വലി അവിടെ ഈ ഒരു മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എഫിഷ്യന്റ് ആണ്. ലബോറട്ടറി ടെസ്റ്റിംഗ് ആൻഡ് വെരിഫിക്കേഷനിൽ നമ്മൾ എന്താണ്, റെസിപ്രോസിറ്റി തിയറം യൂസ് ചെയ്യുന്നുണ്ട്. സോഴ്സ് ലോഡ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വ്യത്യാസമാണ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സെഷനിൽ നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടാണ് ആ ഒരു മൊഡ്യൂളിന്റെ അപ്ലിക്കേഷൻസ്. ഇനി അടുത്തത് മൊഡ്യൂൾ 2ന്റെ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ റെസൊണൻസ് ഇസ് യൂസ്ഡ് ഇൻ റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ടു ട്യൂൺ ദി സർക്യൂട്ട് ടു ഡിസൈഡ് ഫ്രീക്വൻസി. ഡിസൈഡ് ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റെസൊണൻസ് സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ബാൻഡ്വിഡ്ത്ത് ആൻഡ് ക്വാളിറ്റി ഫാക്ടർ ഇമ്പോർട്ടൻറ്റ് ഇൻ ഡിസൈനിങ് ഫിൽറ്റേഴ്സ്. ഫിൽറ്റേഴ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലാണ് നമ്മൾ ഈ ഒരു ബാൻഡ്വിഡ്ത്തും ക്വാളിറ്റി ഫാക്ടറും ഒക്കെ നമുക്ക് മെഷർ ചെയ്യേണ്ട ആവശ്യകത വരുന്നത്. ഇനി 3 ഫേസ് പവർ അനാലിസിസിൽ നമ്മൾ എന്താണ്, ഇൻഡസ്ട്രിയൽ പവർ സിസ്റ്റത്തിൽ ടു മെഷർ എനർജി കൺസംഷൻ ആൻഡ് ഇംപ്രൂവ് പവർ ഫാക്ടർ. എനർജി കൺസംഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ അവിടെ ഇത് യൂസ് ചെയ്യുന്നത്. ഇനി ആക്റ്റീവ്, റിയാക്റ്റീവ് ആൻഡ് അപ്പാരന്റ് പവേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി അൺബാലൻസ്ഡ് സ്റ്റാർ ഡെൽറ്റ സർക്യൂട്ട്സ് ഇൻക്ലൂഡിംഗ് ന്യൂട്രൽ ഷിഫ്റ്റ്
and Millman's theorem used in distribution system to study unequal load condition and practical networks. അപ്പോൾ അൺഈക്വൽ ലോഡ് കണ്ടീഷനും പ്രാക്ടിക്കൽ നെറ്റ്വർക്കിന്റെ കേസിലൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എന്താണ് അപ്ലൈ ചെയ്യുന്നത്? മിൽമാൻസ് തിയറം ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി പാരലൽ ആൻഡ് സീരീസ് റെസൊണൻസ് കോൺസെപ്റ്റ് ആർ അപ്ലൈഡ് ഇൻ കപ്പാസിറ്റർ ബാങ്ക്സ്, ഹാർമോണിക് ഫിൽറ്റേഴ്സ് ആൻഡ് വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ എക്യുപ്മെന്റ് ഇൻ ട്രിപ്ലി പവർ ആൻഡ് കൺട്രോൾ അപ്ലിക്കേഷൻസിലൊക്കെയാണ് അതിന്റെ അപ്ലിക്കേഷൻസ് ഫർദർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്താ മൊഡ്യൂൾ 3 ബേസ് ചെയ്തിട്ട് വരുന്ന ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഇസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ട്രിപ്ലി ടു അനലൈസ് ട്രാൻസിയന്റ് ബിഹേവിയർ ഓഫ് RL, RC ആൻഡ് RLC സർക്യൂട്ട്. ട്രാൻസിയന്റ് അനാലിസിസ് ഇതാക്കാൻ വേണ്ടി, അതായത് സ്വിച്ചിങ്ങിന്റെ സമയത്ത് സർക്യൂട്ടിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്താണ്. ഫോർ എക്സാമ്പിൾ ഒരു ഇൻഡക്ടറിൽ സ്വിച്ചിങ്ങിന്റെ സമയത്ത് ചില ചേഞ്ചസ് ഉണ്ടാവും, അതുപോലെ കപ്പാസിറ്ററിൽ ചില ചേഞ്ചസ് ഉണ്ടാവും. അതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി RC ആൻഡ് RL ട്രാൻസിയന്റ് റെസ്പോൺസ് അനാലിസിസ് യൂസ്ഡ് ഇൻ ടൈമിംഗ് സർക്യൂട്ട്, റിലേ പ്രൊട്ടക്ഷൻ, ബാറ്ററി ചാർജിങ് സർക്യൂട്ട്, ഫിൽറ്റർ ഡിസൈൻ, ഇവിടെയൊക്കെയാണ് ഇതിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. ഇനി RLC ട്രാൻസിയന്റ് അനാലിസിസ് ആൻഡ് ഡാമ്പിംഗ് കണ്ടീഷൻ എവിടെയാണ്? അപ്ലൈഡ് ഓൺ കൺട്രോൾ സിസ്റ്റത്തിലാണ് ഇതിന്റെ അപ്ലിക്കേഷൻസ് വരുന്നത്. ഇനി അടുത്തത് ട്രാൻസ്ഫോംഡ് എസ്റ്റിമേറ്റ് സർക്യൂട്ട് ആർ സോൾവ്ഡ് യൂസിംഗ് മെഷ് ആൻഡ് നോഡൽ അനാലിസിസ് ഇൻ സർക്യൂട്ട് സിമുലേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് ഡിസൈൻ, ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ സിസ്റ്റംസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ലാപ്ലേസ് ബേസ്ഡ് അനാലിസിസ് ഓഫ് ദി സർക്യൂട്ട്, സിനുസോയ്ഡൽ എക്സൈറ്റേഷൻ ഇസ് യൂസ്ഡ് ഇൻ പവർ ഇലക്ട്രോണിക്സിൽ ഇതിന്റെ അപ്ലിക്കേഷൻ വരുന്നുണ്ട്. AC കൺട്രോൾ സർക്യൂട്ട്സിൽ, സിഗ്നൽ പ്രോസസ്സിംഗിലൊക്കെയാണ് ഈ ഒരു ലാപ്ലേസ് ബേസ്ഡ് സിസ്റ്റത്തിന്റെ അപ്ലിക്കേഷൻസ് വരുന്നത്. ക്ലിയർ അല്ലേ? ഇതിലെന്താണ് ബോത്ത് സ്റ്റഡി സ്റ്റേറ്റ് ആൻഡ് ട്രാൻസിയന്റ് റെസ്പോൺസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ മൊഡ്യൂളിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ഡിഫറെന്റ് നെറ്റ്വർക്ക് പാരാമീറ്റേഴ്സിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. 2 പോയിന്റ് നെറ്റ്വർക്ക് പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള Z, Y, H ആൻഡ് T പാരാമീറ്റേഴ്സ് ആണ്. ആംപ്ലിഫയേഴ്സ്, ഫിൽറ്റേഴ്സ്, ട്രാൻസ്മിഷൻ സിസ്റ്റംസ്, ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ വരുന്ന ഇത്തരം സിസ്റ്റത്തിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. സിമെട്രി ആൻഡ് റെസിപ്രോസിറ്റി കണ്ടീഷൻ എന്താ ചെയ്യുന്നത്? വെരിഫൈ വെദർ ദി നെറ്റ്വർക്ക് ബിഹേവ്സ് ഐഡന്റിക്കലി ഇൻ ബോത്ത് ഡയറക്ഷൻസ്. അപ്പൊ ഐഡന്റിക്കൽ സിസ്റ്റം ആണോ എന്നൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു Z പാരാമീറ്ററിന്റെ സിമെട്രി ആൻഡ് റെസിപ്രോസിറ്റി കണ്ടീഷൻ ഒക്കെ നോക്കുന്നത്. പിന്നെ സീരീസ് ആൻഡ് പാരലൽ കാസ്കേഡ് ഇന്റർകണക്ഷൻ ഓഫ് 2 പോയിന്റ് നെറ്റ്വർക്ക് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ആൻഡ് പവർ സിസ്റ്റം നെറ്റ്വർക്ക് മോഡലിംഗ്. മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിന്റെ കേസിലൊക്കെയാണ് ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ വരുന്നത്. അപ്പൊ ആ സമയത്ത് ഒരു ഇമ്പിഡൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സീരീസ് സമയത്ത് വരുന്ന ഇമ്പിഡൻസ് തന്നെയാണോ, മീൻസ് സീരീസ് സമയത്ത് എങ്ങനെയാണ് ഒരൊറ്റ നെറ്റ്വർക്കിന്റെ ഇമ്പിഡൻസ് തന്നെയാണോ അടുത്ത നെറ്റ്വർക്ക് കണക്ട് ചെയ്യുമ്പോഴും വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു സീരീസ് പാരലൽ കണക്ഷൻസ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പാരാമീറ്റേഴ്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യേണ്ട ആവശ്യം. ഓക്കെ, ഇനി കപ്പിൾഡ് സർക്യൂട്ട്സ് ആൻഡ് ദി കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് ഈസ് യൂസ്ഡ് ഇൻ ട്രാൻസ്ഫോമേഴ്സ്, ഇൻഡക്റ്റീവ് സെൻസേഴ്സ് ആൻഡ് വയർലെസ് പവർ ട്രാൻസ്ഫർ സിസ്റ്റത്തിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഡോട്ട് കൺവെൻഷൻ ആൻഡ് സിനുസോയ്ഡൽ സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ് ആർ എസെൻഷ്യൽ ഫോർ ഡിറ്റർമിനിങ് വോൾട്ടേജ് പൊളാരിറ്റി ആൻഡ് കറന്റ് ഡയറക്ഷൻ ഇൻ ട്രാൻസ്ഫോമർ ആൻഡ് മാഗ്നറ്റിക്കലി കപ്പിൾഡ് സർക്യൂട്ട്സ്. അപ്പൊ ഇതിന്റെ ഈ ട്രാൻസ്ഫോമേഴ്സിലൊക്കെ ഉള്ള കറന്റ് ഡയറക്ഷൻ ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ആൻഡ് വോൾട്ടേജ് പൊളാരിറ്റീസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി ഈ ഒരു ഡോട്ട് കൺവെൻഷൻ പോലുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ 4 മൊഡ്യൂളിലും വരുന്ന പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫോളോ ചെയ്ത് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന സിമ്പിൾ കോൺസെപ്റ്റുകളൊക്കെ തന്നെയാണ് ഈ മൊഡ്യൂളിൽ ഈ ഒരു സബ്ജക്റ്റിലുള്ളത്. സോ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അപ്പൊ എല്ലാവരും കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. നമ്മൾ ക്ലാസ് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ആൻഡ് നമ്മുടെ കോഴ്സ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.